ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. പാടിയോട്ടുചാൽ വാവൽമടയിൽ കരൾ സംബന്ധമായ അസുഖത്താൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനി അഞ്ജലിക്ക് സഹായഹസ്തവുമായി പ്രവാസികൾ. പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്ററാണ് കരൾ മാറ്റിവെക്കൽ ചികിത്സ നടക്കുന്ന അഞ്ജലിക്ക് സഹായഹസ്തവുമായി എത്തിയത്. സഹായധനം പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഗോകുൽ നായറും എക്സിക്യൂട്ടീവ് അംഗം CP അജേഷും ചികിത്സാ സഹായ കമ്മിറ്റി അംഗമായ C ലക്ഷ്മണന് കൈമാറി. ചടങ്ങിൽ പെരിങ്ങോം ഹാരിസ്, C ലക്ഷ്മണൻ, ഗോകുൽ നായർ, CP അജേഷ് എന്നിവർ സംസാരിച്ചു. കുട്ടിയുടെ അച്ഛനും അതുപോലെ തന്നെ അമ്മയും രണ്ടുപേരും രോഗബാധിതരാണ്. മധു റീന ദമ്പതികളുടെ മകളാണ് 22 വയസ്സുള്ള അഞ്ജലി എന്നുള്ള വിദ്യാർത്ഥിനി. ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാവരും പൂർണ്ണമായ സഹകരണം ആവശ്യമുണ്ട്. ഇത് ഈ കുട്ടിയുടെ ചികിത്സാ സഹായ കമ്മിറ്റിയുമായിട്ടുള്ള അംഗങ്ങളാണ്. ഇവരൊക്കെ ഒരു നാട് മൊത്തം ആ കുട്ടിക്ക് വേണ്ടിയുള്ള യാത്രയിലാണുള്ളത്. സുമനസ്സുകളുള്ള ആയ എല്ലാ മലയാളികളും ഈ കുട്ടിയെ സഹായിക്കുവാൻ, ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മോട് കൂടി ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നല്ല നല്ല പ്രവൃത്തി ചെയ്യാൻ ഇന്ന് നമ്മൾ യുവാക്കൾ ഒരുപാട് ആൾക്കാർ ഇന്ന് ഉണ്ട്. ഗൾഫ് കൂട്ടായ്മയായാലും എല്ലാത്തിലും ഉണ്ട്. അതിനൊരു മനസ്സാണ് വേണ്ടത്. നമ്മളെ സഹജീവികളോടുള്ള ഏറ്റവും വലിയ ഒരു സ്നേഹം. ഇവരെ കണക്കിന് ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഓരോ ചികിത്സേന്റെ കാര്യത്തിലും ആർക്ക് എന്ത് വന്നു കഴിഞ്ഞാൽ ഓടിയെത്തി നമുക്ക് സഹായമാകുന്നത്. അവിടെ ഇവരെ ആ കൂട്ടായ്മയിലെ എല്ലാ ആൾക്കാരെയും നമ്മൾ ഹൃദയത്തിന്റെ ഭാഷയിലാണ് അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഗോകുൽ നായരെ ഈ പരിപാടിയിലേക്ക് 2 വാക്ക് പറയാൻ ക്ഷണിക്കുന്നു. പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്ററിൻ്റെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നപ്പോൾ നമ്മളെ ഗൂഗിൾ പറഞ്ഞ പോലെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതിനു വേണ്ടി എടുത്തിട്ടായിരുന്നുള്ളൂ. എല്ലാവരും പൂർണ്ണ സമ്മതത്തോടുകൂടി ഇത് സഹായം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ ഉള്ളൂ. എന്നിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സൗഹൃദവേദിയുടെ എല്ലാവരും ഈ നമ്മുടെ ചാപ്റ്ററുകളിൽ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഗോകുൽ. ഞങ്ങളിവിടെ എത്തിയത് പയ്യന്നൂർ സൗഹൃദവേദി ദമാം ചാപ്റ്ററിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിലാണ്. നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2014 പയ്യന്നൂർ സൗഹൃദവേദി പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലെ ഒരു കൂട്ടം ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ സൗദിയിൽ ഇങ്ങനെ ഒരു ദമാം ചാപ്റ്റർ രൂപീകരിച്ചത്. അതിൽ ഇന്ന് പയ്യന്നൂരും ഇപ്പം പെരിങ്ങോം, രാമന്തൽ, അങ്ങനെ പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലെ ഓൾമോസ്റ്റ് ഏകദേശം ഒരു 120 അംഗങ്ങളുണ്ട്. അപ്പൊ ഈ എന്താ പറയാ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം അല്ലെങ്കിൽ ഒരു ഉദ്ദേശം അന്ന് തുടങ്ങുമ്പോഴും ഇപ്പോഴും എന്താന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങളുടെ ഇടയിലോ അല്ലെങ്കിൽ അതുമായി അവരുടെ കുടുംബങ്ങളിലോ അവരുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഈ പ്രദേശങ്ങളിലുള്ള ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അവരെ നമ്മൾക്കാവുന്ന വിധം മാക്സിമം സപ്പോർട്ട് ചെയ്ത് എങ്ങനെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടിൽ നിന്ന് കരകയറ്റാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മളിത് തുടങ്ങിയത്. എല്ലാ വർഷവും നമ്മൾക്കൊരു നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ട് നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാറുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തുള്ള തന്നെ ഒരാൾ നമ്മുടെ എന്താ പറയുക മെമ്പർഷിപ്പിലുള്ള നമ്മളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു അംഗം ഈ അഞ്ജലി എന്ന കുട്ടിയുടെ ഈ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ സഹായ നിധിയെ കുറിച്ച് നമ്മളെ കമ്മിറ്റിനെ ബോധിപ്പിക്കുകയും അതിലിടുകയും അവരെ അറിയിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയോട് ഇങ്ങനെ ഈ ഒരു കുട്ടി 22 വയസ്സിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സാ സഹായം വേണം, ഇങ്ങനെ നാട്ടിലൊരു കമ്മിറ്റി കൂടിയിട്ടുണ്ട്, നാട്ടിലൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ക്രീനിങ് കമ്മിറ്റി ഇവിടെയുള്ള പല ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതിനൊന്ന് പഠിച്ച് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ആ കുട്ടിക്ക് ചികിത്സയുടെ ആവശ്യമുണ്ട്, ആ കുട്ടിയെ നമ്മൾ സഹായിക്കണമെന്ന് എല്ലാവരും മാനേജ്മെന്റിനെ അറിയിച്ചപ്പോൾ ഒന്നും നോക്കാതെ ഒരു മണിക്കൂറുകളല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി അത് അപ്രൂവ് ചെയ്യുകയും നാട്ടിലുണ്ടായ അജേഷ് ചേട്ടനെ അറിയിച്ചു. അജേഷ് ചേട്ടനെ ഫണ്ട് കൈമാറി അജേഷ് ചേട്ടനോട് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ കോണ്ടാക്ട് ചെയ്യണം, നിങ്ങൾ അതിന് വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ നാട്ടിലുള്ള എന്നെയും അജേഷ് ചേട്ടൻ വിളിച്ചു. ഞാൻ മിനിയാന്നാണ് നാട്ടിലെത്തിയത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ തന്നെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാസ ലോകത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചതും. നമ്മൾ എല്ലാ വർഷവും നമുക്കൊരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. അപ്പോൾ അത് ഓരോ 3 മാസം കൂടുമ്പോൾ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്വാർട്ടറിൽ തന്നെ ഒരു 3 or 4 ഇതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മളത് പഠിക്കും. അതിനനുസരിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ കമ്മിറ്റി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ മാസവും കൂടുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് ചർച്ച ചെയ്ത് അതിലപ്പോൾ തന്നെ തീരുമാനം ഉണ്ടാക്കിയിട്ട്
നാട്ടിലുള്ള ഈ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ആരാണ് അതിന് മീൻസ് അതിൻ്റെ ഒരു ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്ത് അവരെ അത് ഏൽപ്പിക്കുകയാണ് ഞങ്ങളുടെ ഒരു പതിവ്. ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോകപ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെൻറ്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെൻറ്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെൻറ്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU EMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു. സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.